നെഹ്റു പ്രസിഡന്റായി ഇതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. 1941 മറ്റോ ഒരു പത്രം, അതായത് പ്രശംസാ പത്രം കോൺഗ്രസിന്റെ സ്റ്റുഡൻസ് യൂണിയൻ കൊടുത്തിരുന്നു. അന്ന് പറഞ്ഞു, നിങ്ങൾ വിപ്ലവത്തിന്റെ ഇടയിലൂടെ വളർന്നു വരുന്ന നേതാവാണ്, തീക്കാറ്റിനിടയിൽ വന്ന ഒരു നേതാവാണ്, നിങ്ങൾ ഭാവിയിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശി ആയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തു. അതിന് മറുപടി ഇന്ദിരാഗാന്ധി അല്ല എഴുതിയത്, നെഹ്റു ആണ്. അപ്പൊ തൊട്ട് തന്നെ ഒരു പിന്തുടർച്ച അവകാശിയായിട്ട് നെഹ്റു ഇന്ദിരാഗാന്ധിയെ വളർത്തിക്കൊണ്ടുവന്നു. വീണ്ടും കഴിഞ്ഞില്ല. അതിനുശേഷം നെഹ്റു പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രിയായതിനു ശേഷം പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഇന്ദിരയോടൊന്ന് ചോദിക്കൂ എന്ന് നെഹ്റു പറയുന്ന അവസ്ഥയുണ്ട്. അതായത് ആ മാറ്റം കാണാം. UN ഥേബാർ 1950കളുടെ പകുതി കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആയ സമയത്ത് UN ഥേബാറിനെ പ്രസിഡന്റ് ആക്കുന്നത് നെഹ്റുവാണ്. അപ്പോൾ പ്രസിഡന്റ് ആയ സമയത്താണ് ആദ്യമായി ഇന്ദിരാഗാന്ധി പ്രവർത്തക സമിതിയിലേക്ക്, AICC-യിലേക്ക് എത്തും. അതൊരിക്കലും കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം കൊണ്ടല്ല, മറിച്ച് ആ പാരമ്പര്യത്തിന്റെ ഇതുകൊണ്ട് അങ്ങനെ വന്നു. അതിനുശേഷം 59-ൽ നിജലിംഗപ്പ പ്രസിഡന്റ് ആകുമെന്ന് കരുതിയപ്പോൾ അന്ന് പ്രസിഡന്റ് ആയത് ഇന്ദിരാഗാന്ധി. അവിടെയാണ് ട്വിസ്റ്റ് വന്നത്. അതെ,